Good morning, students. In our last class, we have completely finished our second unit and all the activities in it, isn't it? So, from today onwards, we are going to start the new unit, Unit 3. Are you ready? Let's start then. Our next unit is Unit 3, Glimpses of Nature. Okay, what is the name of the unit? It's Glimpses of Nature. So we have two prose and one poem in it. First, we are going to start the unit with the poem. Okay, the name of the poem is The Mountain and the Squirrel. And it's written by Ralph Waldo Emerson. Okay, so before starting the unit, we are having some warm-up activities. So look at your palm, and are all your fingers equal in size? We can see our hand. Okay, our fingers are same in size? No, each finger is in different height, isn't it? Adinte different height aanu, adinte usage different aanu. So what is the most important finger? So we are having 5 fingers. Adil important finger edanu choichal, can we answer for it? No, all fingers are important. Each have its own unique work, isn't it? So, first one that we are using this pointing finger, that is our 4th finger. We point out use pinna thumbs up by using our last തള്ളവിരൽ വെച്ചിട്ട് we will show the thumbs up and then ഈ രണ്ട് കൈ നീട്ടിയിട്ട് hooray we are the victors, that is we are the winners വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ we are all doing like this now, ഈ സൈൻ കാണിക്കാറുണ്ട്. So are all the fingers necessary for us? Necessary? Important ആണോ? Yes, definitely yes, isn't it? So ഒരു ഫിംഗർ ഇല്ലെങ്കിലേ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. All our fingers are important, necessary for us. Yes, all our fingers are necessary for us. Do you think any finger is less important than the others? ഏതെങ്കിലും ഒരു ഫിംഗർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് എല്ലാം തോന്നുന്നുണ്ടോ? യൂസ് ചെയ്യാത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ? നോ, ആൾ ഫിംഗേഴ്സ് ആർ നീഡഡ്. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ കയ്യിൽ എടുക്കണമെങ്കിൽ എല്ലാ ഫിംഗേഴ്സ് ഉണ്ടെങ്കിലേ വി കൻ ഏബിൾ ടു ലിഫ്റ്റ് ഇറ്റ്. അത് ഒരു വിരലില്ലാത്ത സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദറ്റ്. ആൾ ഫിംഗേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒന്നിനും കുറച്ച് ഇമ്പോർട്ടൻസ് കുറവുള്ള ഫിംഗേഴ്സ് ഇല്ല. സോ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് എനി വൺ ഓഫ് യുവർ ഫിംഗേഴ്സ് ഇസ് മിസ്സിങ്? ഒരു ഫിംഗർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാൻ ഓൺലി വി ക്യാൻ ഫീൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫിംഗർ ആൻഡ് വി കാൺട്ട് ഏബിൾ ടു മൂവ് സം തിങ്സ് വിത്ത്. നമ്മൾ കുറച്ച് ചില കാര്യങ്ങൾ ഓരോരോ കാര്യം ചെയ്യാൻ ഓരോരോ ഫിംഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കത് വി കാൺ ഡു സച്ച് വർക്ക് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് സം fingers. We can write, we can't do all the work as we wish. We can't do all the work as we wish without if we miss any of our finger. നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയൂല. Then fourth one, do you think anything in this world is less important? Why? ഓക്കെ, സോ ഈ വേൾഡിൽ തന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇഫ് ഇറ്റ് ഈസ് വൈ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? So whatever is there in this world, even small or big, that is created by God. Okay, God ഓരോരോ സാധനങ്ങളുടെ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള കാര്യം ഉണ്ടാവും. വെറുതെ ഒന്നും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല, ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, isn't it? So everything has its own uniqueness. അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഈ ലോകത്തിൽ ഉറപ്പായിട്ടുണ്ടാവും. സോ വി ക്യാൻ റൈറ്റ് നോ, ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഗോഡ് ക്രിയേറ്റഡ് ഓൾ ദ തിങ്സ് ഇൻ ദിസ് വേൾഡ് ഫോർ സം റീസൺ. ഏതെങ്കിലും ഒരു റീസണിന് വേണ്ടിയിട്ടായിരിക്കും ഓരോരോ ക്രിയേച്ചേഴ്സും ഈ ലോകത്ത് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഉറുമ്പുണ്ട്, അല്ല ഒരു ചെറിയൊരു കൊതുകുണ്ട്, നമ്മൾ എന്താ കൊതുക് നമ്മളെ കടിക്കല്ല അങ്ങനെയല്ല വിചാരിക്കുമല്ലോ. ബട്ട് അതിൻ്റെതായ എന്തോ ഒരു വർക്ക് ഈ ലോകത്തുണ്ടാവും. അതാണ്, വെറുതെ ഒന്നിനും ഒരു ക്രിയേച്ചറിനെയും ഈ ലോകത്ത് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു സീ ദ ഹോൾ യൂണിറ്റ്. ഈ ഹോൾ യൂണിറ്റും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഹൗ ദറ്റ് ഈസ്
ഒരു ചെറിയ അതിപ്പോൾ ഈവൻ എ സ്മോൾ ക്രിയേച്ചർ ആർ എ ബിഗ് വൺ. സോ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പേർപ്പസ് ഇൻ ദിസ് വേൾഡ്. അവർക്ക് അവരവരുടേതായ ഒരു റീസൺ ഉണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്. അങ്ങനെ ആ തീം ബേസ് ചെയ്തിട്ടാണ് ഈ ഫുൾ യൂണിറ്റും നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ എവറി ബീയിങ് ഓൺ എർത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. Nothing is less, nothing is superior or inferior to any other. Here is a poem that gives you this message. Read and enjoy the poem. Okay, so this message in convey ചെയ്യുന്ന രീതിയിലാണ്. superior means വലിയതും അല്ല, inferior means ചെറുതും അല്ല. all are equally important. എല്ലാവരും ഈക്വൽ ആണ്. സോ ഈ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പോം ഉള്ളത്. സോ ദാറ്റ് പോം only we are going to read now. So the name of the poem is, as I already told you, The Mountain and the Squirrel. Okay, shall we start? Yes. The mountain and the squirrel. We can see this pig, isn't it? It's a mountain. ആ മൗണ്ടൻ ഒരു എന്താണ് ഒരു ഓൾഡ് ഗ്രാൻഡ് ലുക്ക് ഉള്ളതുപോലെ ആക്കിയിട്ടുണ്ട്. ആൻഡ് a squirrel is there. So the mountain and the squirrel heard a quarrel. Okay, quarrel. What is quarrel? Fight. They had a fight. And the farmer called the latter little prig. So farmer, who is farmer? Farmer in the sense നമ്മൾ ഫസ്റ്റ് പറയുന്ന ആൾ, ലേറ്റർ മീൻസ് സെക്കൻഡ് പറയുന്ന ആൾ. ഫോർ എക്സാമ്പിൾ ഇവിടെ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറിൽ. സോ ആരാണ് ഫസ്റ്റ് ഉള്ളത്? മൗണ്ടെയിൻ. സെക്കൻഡ് ഉള്ളത് സ്ക്വിറിലാണ്. സോ ഇറ്റ് ഇസ് സ്ക്വിറിൽ ലേറ്റർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫാദർ ആൻഡ് മദർ എന്ന് പറയുമ്പോൾ ഫാദർ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അവർ ഫാർമർ ആൻഡ് ദെൻ സെക്കൻഡ് പറയുന്ന ആൾ ലേറ്റർ. ഓക്കെ, ഇപ്പോൾ പെൻ ആൻഡ് പെൻസിൽ, വാട്ട് എവർ വി ആർ ടെല്ലിങ് ടു തിങ്സ് പറയുമ്പോൾ ഫസ്റ്റ് എന്താണോ പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് എ ബോയ് ആൻഡ് ഗേൾ പറയുമ്പോൾ എ ബോയ് എന്നുള്ള വേർഡാണ് ഫസ്റ്റ് പറഞ്ഞത്. സോ ഹീ ഈസ് ഫാർമർ. ഗേൾ എന്നുള്ള വേർഡ് സെക്കൻഡ് പറഞ്ഞു. സോ ഷീ ഈസ് ലേറ്റർ. ഓക്കെ, സോ ഹിയർ ഫാർമർ ആരാ? മൗണ്ടെയിൻ ആണ്. ആൻഡ് ദെൻ ലേറ്റർ സ്ക്വിറിൽ. ഓക്കെ, സെക്കൻഡ് പറഞ്ഞത് സ്ക്വിറിലാണ്. സോ ലേറ്റർ സ്ക്വിറിൽ. ഓക്കെ, സോ ആൻഡ് ദ ഫാർമർ കോൾഡ് ദ ലേറ്റർ, ദറ്റ് ഈസ് മൗണ്ടെയിൻ കോൾഡ് ദ സ്ക്വിറിൽ ലിറ്റിൽ പ്രിഗ്. പ്രിഗ്. സോ വാട്ട് ഇസ് പ്രിഗ്? പ്രിഗ് മീൻസ് ഈ അഹങ്കാരി എന്നൊക്കെ പറയില്ല, അതാണ് പ്രിഗ്. സോ ചെറിയ അഹങ്കാരി, അങ്ങനെയാണ് സ്ക്വിറിലിനെ വിളിക്കുന്നത്. ബൺ റിപ്ലൈഡ്. സോ ഹിയർ ബൺ റെഫേഴ്സ് ടു ദ സ്ക്വിറിൽ. ഓക്കെ, ബണ്ണിന് ഇവിടെ പറയുന്നത് സ്ക്വിറിലിനെയാണ്. ബൺ റിപ്ലൈഡ്, യു ആർ ഡൗട്ട്ലെസ് വെരി ബിഗ്. സോ യു ആർ ഡൗട്ട്ലെസ്. ഓക്കെ, ഒരു സംശയമില്ല അങ്കിൾ ബിഗാണ്. സോ ലിറ്റിൽ, ഇവിടെ ലിറ്റിൽന്ന് പറഞ്ഞല്ലോ. സോ ചെറിയ അഹങ്കാരി എന്നാണ് പറയുന്നത്. സോ നൗ ദ സ്ക്വിറിൽ ഇസ് റീപ്ലൈയിങ് ദാറ്റ് യെസ്, ഒരു ഡൗട്ടില്ല അങ്കിൾ വലുതാണ്, യു ആർ വെരി ബിഗ്. ബട്ട് all sorts of things and weather must be taken in together to make up a ear and a spear. Okay, so all sorts of things. Okay, all sorts means എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, അത് ചെറുതായാലും it can be small or big. Okay, so all sorts of, all types of things, even it is small or big. And weather, we know that കാലാവസ്ഥ. And then must be taken in together. അതൊക്കെ ഒന്നിച്ചിട്ടാണ്, ആ ചെറുതും വലുതുമായ തിങ്സും വെതറും കാലാവസ്ഥയും എല്ലാം കൂടി ഒന്നിച്ചിട്ട്, ടേക്കൺ ഇൻ ടുഗെദർ, ഒന്നിച്ചിട്ട് ഇടുമ്പോഴാണ് എന്താ ഒരു കൊല്ലം പൂർത്തിയാവുള്ളൂ അല്ലേ? ടു മേക്ക് അപ്പ് എ ഇയർ. സോ എല്ലാ വെതറും ലൈക്ക് മൺസൂൺ, സമ്മർ, ഓട്ടം സീസൺ ആൻഡ് വിൻ്റർ സീസൺ, ആ സീസണൊക്കെ കൂടണം. അതേപോലെ എല്ലാ ചെറുതും വലുതുമായ കുറേ കാര്യങ്ങൾ സംഭവിക്കും. അതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു ഇയർ കംപ്ലീറ്റ് ആവുന്നത്. ടു മേക്ക് അപ്പ് എ ഇയർ, ടു കംപ്ലീറ്റ് എ ഇയർ, 1 ഇയർ കംപ്ലീറ്റ് ആവുന്നത്. ആൻഡ് എ സ്പിയർ, ആൻഡ് എ സ്ഫിയർ. സ്പിയർ ഇൻ ദ സെൻസ്, സ്ഫിയർ മീൻസ് ആക്ച്വലി റൗണ്ട് ആണ്. ഓക്കെ, റൗണ്ട് ആണ് നമ്മൾ സ്പിയർ എന്ന് പറയാം. ബട്ട് ഹിയർ ഇറ്റ് മീൻസ് എർത്ത്. ബട്ട് ഇൻ ദിസ് പോം ദ സ്പിയർ റെഫേഴ്സ് ടു ആർ എർത്ത്. ഓക്കെ, അവൻ എർത്തിനെയാണ് റിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇത്രയും വേണ്ടിയതില്ല. അതുപോലെ തന്നെ ഈ വേൾഡ് ഫുള്ളാവണമെങ്കിലും, ഓക്കെ, എർത്ത് ഫുള്ളാവണമെങ്കിലും ചെറുതും വലുതുമായിട്ട് കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്. ഒരു ഉറുമ്പ് മുതൽ ബ്ലൂ വെയിൽ, ആ വലിയ ഫിഷ് വരെ, അതാണല്ലോ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത് അല്ലേ? സോ ഒരു ബ്ലൂ വെയിൽ, ആ വലുതും, അതേപോലെ ഒരു ഉറുമ്പും, അതിനെക്കാട്ടും വൈറസ്, ബാക്ടീരിയ ഒക്കെ നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഈ വേൾഡിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈവൻ സ്മാൾ ക്രീച്ചേഴ്സ് അതേ, അതുപോലെ ബിഗ് അനിമൽസ് ആർ ആൾസോ ദേ. സോ എല്ലാവരും കൂടുമ്പോഴാണ് ഈ എർത്ത് എന്താവുന്നത്? കംപ്ലീറ്റ് ആവുന്നത്.
Okay, so there is so nothing in നമ്മൾ സ്മാൾ ആണോ വലുതാണോ എന്നുള്ളതിൽ ഒന്നും ഒരു കാര്യമല്ല. And I think it no disgrace to occupy my place. Okay, so I think ഞാൻ എന്താ വിചാരിക്കുന്നത്, നോ ഡിസ്ഗ്രേസ്. അതിൽ എനിക്ക് ഒരു ഡിസ്ഗ്രേസ് പറഞ്ഞാൽ പ്രൗഡാണ്, ഡിസ്ഗ്രേസ് പറഞ്ഞാൽ എനിക്ക് അതിൽ ഒന്ന് അപമാനമായിട്ടോ ഒന്ന് അത് ഞാൻ ചെറുതായിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നില്ല, ഡിസ്ഗ്രേസ് ആയിട്ടോ. ഓക്കെ, ഐ എം നോട്ട് ഫീലിംഗ് ബാഡ് ഫോർ ദാറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ബേഡ് ഫീലിംഗ് ഫോർ ദാറ്റ്. ഐ എം വെരി സ്മാൾ ടു ഓക്കുപ്പൈ മൈ പ്ലേസ്. ഓക്കെ, എൻ്റെ പ്ലേസിൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഇവിടെ ഉള്ള ജീവിതത്തിൽ എനിക്ക് അത് ബാഡായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഫീൽ ചെയ്യാൻ ഒന്നും എനിക്കില്ല. ഐ എം ഹാപ്പി വിത്ത് മൈ സൈസ് ആൻഡ് ഐ ഹാവ് മൈ റോൾ, മൈ റീസൺ ടു ലിവ് ഇൻ ദിസ് പ്ലേസ്. എനിക്ക് എൻ്റെതായ റോൾ ഈ ഭൂമിയിലുണ്ട്. അതാണ് ദറ്റ് സ്ക്വിറൽ ഈസ് ടെല്ലിങ്. ഓക്കെ, ആൻഡ് ദെൻ if I am not so large as you are not so small as I. ഞാൻ എന്താണ് നിങ്ങളുടെ അത്ര വലുതുമല്ല. ഐ എം നോട്ട് സോ ലാർജ്, ഐ എം നോട്ട് സോ ബിഗ് ലൈക്ക് യു. ഐ എം നോട്ട് നിങ്ങളുടെ പോലെ അത്രയും വലുതുമല്ല. അതേപോലെ നിങ്ങൾ, ദറ്റ് ഈസ് മൗണ്ടൻ, യു ആർ നോട്ട് സോ സ്മാൾ ആസ് ഐ. നിങ്ങൾ എന്നെപ്പോലെ ചെറുതുമല്ല. And not half so spry. Okay, and not half so spry. Spry in the sense ഇങ്ങനെ ആക്റ്റീവായിട്ട് ചുറുചുറുക്കാനെന്നൊക്കെ പറയാം. നമ്മൾ ചുറുചുറുവായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അതേപോലെ യു ആർ നോട്ട് ഹാഫ് സോ സ്പ്രൈ. ഞാൻ ആക്റ്റീവായിട്ടില്ല, അതിൻ്റെ ഒരു പകുതി പോലും നിങ്ങൾ ആക്റ്റീവല്ല. വി നോ ദറ്റ് മൗണ്ടൈന് മൂവ് ചെയ്യാൻ പറ്റുമോ? അത് അവിടെ തന്നെയല്ലേ നിൽക്കുള്ളൂ. ബട്ട് സ്ക്വിരിൽ നമുക്ക് കാണാം എത്ര സ്പീഡിലാണ് മൂവ് ചെയ്ത് പോവുക. ഓരോരോ മരത്തിലിருந்து അടുത്തടുത്ത മരത്തിലേക്ക് ഇങ്ങനെ ചാടി സ്പീഡിലല്ല പോവുക. ദ സ്ക്വിരിൽസ് ആർ വെരി ആക്റ്റീവ്. സോ ഇറ്റ് ഈസ് ടെല്ലിങ് ദറ്റ് ആൻഡ് നോട്ട് ഹാഫ് സോ സ്പ്രൈ. എൻ്റെ ആക്റ്റീവ്നെസ്സിൽ ഒരു പകുതി പോലും നിങ്ങൾക്കില്ല. ആൻഡ് ഐ വിൽ നോട്ട് ഡെനൈ യു മേക്ക് എ വെരി പ്രിറ്റി സ്ക്വിറൽ ട്രാക്ക്. ആൻഡ് ഐ വിൽ നോട്ട് ഡിനൈ മീൻസ് ഐ വിൽ നോട്ട് റെഫ്യൂസ്. ഓക്കെ, ഞാൻ എന്താ മറുത്ത് പറയൂല. നിങ്ങളാണ് എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വിറൽ ട്രാക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, നല്ല ഒരു ചെറിയ ട്രാക്ക്, ആ മൗണ്ടെയിനിൽ ഞാൻ പോകാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുത്ത. ദാറ്റ് ഐ വോണ്ട് ഡിനൈ. അത് ഞാൻ ഒരിക്കലും മറുത്ത് പറയൂല, അവഗണിക്കൂല. ആൻഡ് ദെൻ ടാലൻറ്റ്സ് ഡിഫർ. ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഓക്കെ, ടാലൻ്റ് ആണ് ഡിഫർ ആവുന്നത്. ഓക്കെ, ഈവൻ ഇറ്റ് ഈസ് ബിഗ് ആർ സ്മാൾ. ഓക്കെ, അത് ടാലൻറ്റ് ഒരു വലുതും ആവാം. ദ ക്രിയേച്ചർ ക്യാൻ ബി ബിഗ് ആൻഡ് ദ ക്രിയേച്ചർ ക്യാൻ ബി സ്മാൾ. ആൻഡ് ടാലൻറ്റ്സ് ഓൺലി ഡിഫർ ആവുമല്ലോ. ഓക്കെ, ഒരാൾക്കുള്ള ഇപ്പോൾ ഒരാൾ നല്ല പഠിക്കുകയായിരിക്കും, ഒരാൾ നല്ല ഡാൻസ് കളിക്കും, ഒരാൾ നല്ല പാട്ട് പാടും, ഒരാൾ നല്ലോണം ഗെയിം കളിക്കും. സോ ടാലൻറ്റ്സ് ആർ ഡിഫർ, ബട്ട് എവ്രിബഡി ഹാസ് ദെയർ ഓൺ യുണീക്നെസ്. ഒരു ടാലൻറ്റ് ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു ടാലൻ്റ് ഉണ്ടാവും. ആൻഡ് ദേ ആർ ഡിഫറെൻ്റ് ആണ്. അത് വേറെ വേറെയും ആയിരിക്കും. സോ അത് ഒരു സ്മാൾ ക്രിയേച്ചർ, ചെറിയൊരു ജീവിയായാലും വലിയ ഒരു animal ayalum, it will have their own reason, their own purpose to live in this world. Okay, and wisely would, and brilliant, wisely means brilliant ആയിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. that is by God. And then if I cannot carry forest on my back, neither can you crack a nut. Okay, so what it is saying again, you cannot carry, I cannot. Okay, the squirrel cannot carry forest. We know ഇപ്പോൾ മൗണ്ടൈൻ്റെ മുകളിലൊക്കെ കുറേ മരങ്ങൾ ഉണ്ടാവില്ലേ, ഫോറസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാട് പിടിച്ചിട്ട് so many trees will be there. സോ ആ മൗണ്ടൈൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ അതിൻ്റെ മൗണ്ടൈൻ്റെ മുകളിലാണല്ലോ ഫോറസ്റ്റ് ഉള്ളത്. സോ അതിൻ്റെ ബാക്കിൽ ഉണ്ട്. ബട്ട് അതേപോലെ നിങ്ങൾക്ക് ഒരു ഫോറസ്റ്റിന് നിങ്ങളുടെ മേലെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ബട്ട് എന്നെപ്പോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു നട്ട് ക്രാക്ക് ചെയ്തിട്ട് ഒരു നട്ടിനെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ കഴിയില്ല. വി നോ ദറ്റ് സ്ക്വിരൽ ഇങ്ങനെ നട്ടിനെ പൊട്ടിച്ചിട്ട് വേഗം കഴിക്കില്ല. അതേപോലെ മൗണ്ടൈന് ചെയ്യാൻ പറ്റും. ഒരു ഫോറസ്റ്റിനെ തന്നെ മുകളിൽ കൊണ്ട് നടക്കാനെങ്കിലും ഇറ്റ് കനോട്ട് ഏബിൾ ടു ക്രാക്ക് എ നട്ട്, ഒരു നട്ടിനെ പൊട്ടിക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് കാൺട്ട് ഏബിൾ ടു മൂവ്, ഇസ്ൻ്റ് ഇറ്റ്? സോ ഇറ്റ്സ് ഒരു ഇമാജിനറി പോയമാണ്. ആക്ച്വലി മൗണ്ടൈൻസ് വോണ്ട് ടു ടോക്ക്, ബട്ട് ഇറ്റ്സ് എ ഇമാജിനറി വൺ. ഒരു മൗണ്ടൈനും സ്ക്വയറിലും സംസാരിക്കുന്നത് പോലെ ഇമാജിനറി പോയാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ലൈക്ക് ദറ്റ്. വി നോ ദറ്റ് മൗണ്ടൈൻസ് വോണ്ട് ടു മൂവ്, വോണ്ട് ടോക്ക്, എവറിത്തിങ് വി നോ. ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇമാജിനറി പോയം.
to tell a message that each creature has their own uniqueness to their own reason to live in this world. Okay, so adana, so what the ingane oru summary pole parayanengil, that is mountain and squirrel aanu, and they are having a fight. So in that fight, mountain called the squirrel as little prig angane vilikkunnundu. So adine squirrel reply cheyana endana ee logathu. So even all sorts of things, small and big things, weatherum എല്ലാം കൂടിയിട്ടാണ് ഒരു ഇയർ ഉണ്ടാക്കുന്നത്, ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്പിയർ, ഈ ലോകം ഉണ്ടാകണമെങ്കിലും അതേപോലെ സ്മാൾ ആൻഡ് ബിഗ് ക്രിയേച്ചേഴ്സ് ആർ നീഡഡ് ടു എല്ലാം കൂടിയതാണ് ഈ സ്പിയറും ഈ എർത്തും. അത് സെയിം തിങ്, I am not big like you and you are not small like me. അതേപോലെ നിങ്ങൾ ഒരു ഫോറസ്റ്റിന് തന്നെ നിങ്ങളുടെ പുറകിൽ കൊണ്ട് നടക്കാൻ പറ്റും, ബട്ട് ഒരു നട്ടിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ ക്യാൻ ഡൂ ദാറ്റ്. ഓക്കെ, എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എവ്രി ക്രിയേച്ചർ ഇൻ ദിസ് വേൾഡ് എന്ത് ചെയ്യണോ, അവർക്ക് അവരവരുടേതായ ഒരു റോളുണ്ട്, അവർക്ക് അവരവരുടേതായ ഒരു ടാലൻ്റ് ഉണ്ട്. സോ നോബഡി ഈസ് സുപ്പീരിയർ ആൻഡ് നോബഡി ഈസ് ഇൻഫീരിയർ. അപ്പോൾ ആരും വലിയ ആൾക്കാരും അല്ല, ആരും ചെറിയ ആൾക്കാരും അല്ല. എവ്രിബഡി ഹാവ് ദെയർ ഓൺ റോൾ ഇൻ ദിസ് വേൾഡ്. അതാണ് ഈ പോയത്തിൻ്റെ തീം. ഓക്കെ, ക്ലിയർ? Yes. And then it is, I already told you, this poem is written by Ralph Waldo Emerson, was an American philosopher, essayist and poet. He was born and brought up in Boston. He was a social critic and a champion of individualism. His main works are Self-Reliance, The Oversong, The May Day, and so on. He wrote a lot about the relationship between man and nature. So this poem is also related that only. Okay, man and nature and തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറ്റിയിട്ടുള്ളതാണ് ഈ പോയം. സോ നൗ വി ആർ ഹാവിങ് സം ക്വസ്റ്റ്യൻസ് ഇൻ ഇറ്റ്. വി ഹാവ് ടു റൈറ്റ് ആൻസേഴ്സ് ഫോർ ദറ്റ്. സോ ദീസ് ആൻസേഴ്സ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. നോ നീഡ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. യു ജസ്റ്റ് ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് സ്റ്റാർട്ട് ദിസ് യൂണിറ്റ് 3 the mountain and the squirrel heading either, and then you can write new words in this poem. What are the new words here? Quarrel, I will show you. Quarrel is there, prig, and then what we can write next? Sphere, and then disgrace. What can we write again? Spry, and then deny, differ, wisely. So these are the things you can write as new words. You have to find out meanings. English, not Malayalam meaning. English meanings from dictionary or Google, and you have to write answers for that. New words neither, words either, and you have to write meaning for that. Okay. So after that, side questions that you can write in your textbook itself. What made the squirrel angry? Now I will show you the answers for this. What made the squirrel angry? The mountain called the squirrel little prig. That made him angry. Okay, a mountain squirrel in the village little prig in village. So that made him angry. And then second one, the squirrel speaks of a spear. What does it mean? I already told you, it means earth. Okay, but in this poem it means earth. Then third one, talents differ. What does the poet mean by this expression? So each and every creatures are equally important, but the talents in them are different. Okay, എല്ലാ ക്രിയേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന എവ്രിബഡി ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ടാലൻസ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ എവ്രി ക്രിയേച്ചർ ഹാസ് എ റോൾ ടു പ്ലേ. അതിന് ഓരോരോ ക്രിയേച്ചറിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ട്. ഈ ലോകത്തിൽ ജീവിക്കാനും അവർക്ക് ചെയ്യാനുള്ള ഓരോരോ പണിയുണ്ട്. ദെൻ ഹൗ ഡിഡ് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ സെറ്റിൽ ദെയർ ആർഗ്യുമെൻറ്റ്? എങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് അവരുടെ ആർഗ്യുമെൻറ്റ്? സെറ്റിൽ മീൻസ് അവരെങ്ങനെയാണ് ഒരു സമാധാനത്തിലെത്തിയത് അവരുടെ ആർഗ്യുമെൻറ്റ്. So squirrel agreed that he was small, but he argued that every small creature has a role in the world. Their talents are different. Okay, അങ്ങനെ പറഞ്ഞിട്ടല്ല അത് സെറ്റിൽ ചെയ്തത്. ഓക്കെ, എല്ലാവരും സ്മാൾ തന്നെയാണ്. ഓക്കെ, ദ സ്ക്വിറൽ സ്മാൾ തന്നെയാണ്, ബട്ട് അതിന് അതിൻ്റെതായ ഒരു റോൾ ഉണ്ട്. ഓക്കെ, അതിനിപ്പോൾ ഫോറസ്റ്റിനെ പൊന്തിക്കാൻ പറ്റുമെങ്കിൽ ഒരു നട്ടിനെ പൊട്ടിക്കാൻ കഴിയില്ല. അതേപോലെ ആ സ്ക്വിറലിന് മേ ബി ഒരു ഫോറസ്റ്റ് പോയിട്ട് ഒരു മരത്തിനെ പോലും ഒരു പ്ലാന്റിനെ പോലും പൊന്തിക്കാൻ പറ്റില്ലായിരിക്കും, ബട്ട് അതിന് ഒരു നട്ടിനെ ക്രാക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. സോ അതിന് അതിൻ്റെതായ ഒരു റോള് ഇവിടെ ഉണ്ട്. സോ അതാണ് പറയുന്നത്. ഓക്കെ, clear? So these are the answers for the side questions. I will show you once again now in the textbook.
Now question number 5. Which one of the following does not match with the theme of the poem? Okay, ഈ പോയത്തിൻ്റെ തീമിന് മാച്ച് ആവാത്തത് ഏത് ലൈനാണ് that we have to find out. So we can read one by one. Every creature in the world, big or small, has its own importance. ശരിയല്ലേ? ഇറ്റ്സ് കറക്റ്റ് ഓൺലി. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഹർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ്. കറക്റ്റ് അഗൈൻ. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് വാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ആർ ലെസ് ദൻ എനി അതർ. ദിസ് ഇസ് ആൾസോ കറക്റ്റ്. സോ നെക്സ്റ്റ് വൺ, ദ മൗണ്ടൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വിറൽസ് ഹെൽപ്പ്. മൗണ്ടൻ സ്ക്വിറലിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ. ഓക്കെ, ഇതാണ് അതിന് പറ്റാത്ത ആൻസർ. ഫോർത്ത് വൺ, ദിസ് യു ഹാവ് ടു പുട്ട് എ ടിക്ക് ഇൻ ഇറ്റ്. അത് നെക്സ്റ്റ് ആക്ടിവിറ്റി 1. Fill in the columns with the appropriate expressions given in the brackets. Okay, ഇവിടെ സ്ക്വിറിൽ ഇപ്പുറത്ത് മൗണ്ടൈൻ കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് ടു സെലക്ട് ദ വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഹിയർ. സോ വെരി ബിഗ്, വിച്ച് വൺ ഇസ് ബിഗ്? മൗണ്ടൈൻ, isn't it? വെരി ബിഗ് മൗണ്ടൈൻ ആണ്. സ്മാൾ ഏതാ? സ്ക്വിറിൽ. അപ്പോൾ സ്ക്വിറിലിൽ സ്മാൾ ഏതാ? ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്. ഏതാണ് ഫോറസ്റ്റ് ബാക്കിൽ കൊണ്ട് നടക്കാൻ പറ്റും? മൗണ്ടൈൻ, isn't it? മൗണ്ടൈനിൽ അവിടെ എഴുതാം. മൗണ്ടൈൻ്റെ കോളത്തിൽ ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്. ക്യാൻ ക്രാക്ക് എ നട്ട് ഏതാ? സ്ക്വിറിൽ. സോ സ്ക്വിറിലിൻ്റെ കോളത്തിൽ വി ക്യാൻ റൈറ്റ് ക്യാൻ ക്രാക്ക് എ നട്ട്. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് സ്ക്വിറിൽക്ക് നമ്മൾ എന്ത് എഴുതും? സ്ക്വിറിലിന് വാട്ട് വിൽ വി റൈറ്റ്? സ്മാളും ആൻഡ് ദെൻ can crack a nut. This two for squirrel. And mountain no, can carry forest on the back and very big. These two for mountain. Clear? Okay. Now activity 2. Read the last 4 lines of poem. A very pretty squirrel track, talents differ, all is well and wisely put. If I cannot carry forest on my back, neither can you crack a nut. In the first line, the word track has the same sound as the word back in the third line. The word track rhymes with the word back. So pick out more rhyming words from the poem. So we already know how to find out the rhyming word. Isn't rhyming word എങ്ങനെയാ കണ്ടുപിടിക്കാൻ already അറിയാലോ. So rhyming word can be in the next 2 lines. നമ്മൾ ലാസ്റ്റ് പോമിലൊക്കെ കണ്ടു. ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും റൈമിംഗ് ആയിരിക്കും. തേർഡ് ലൈനും 4 ലൈനും റൈമിംഗ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ലൈൻ റൈമിംഗ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ, അങ്ങനെ വേറെ വേറെ വേർഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. എ ബി എ ബി, എ ബി ബി, എ ബി ബി എ, അബ്ബ ഫാം, അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഇത് എ ബി ആണ്. ഫോർ എക്സാമ്പിൾ ഫേസ്റ്റ് ലൈൻ അഗൈൻ ഫേസ്റ്റ് ലൈനും തേർഡ് ലൈനും റൈമിംഗ് ആണ്. ആൻഡ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈന് റൈമിംഗ് ആണ്. ഇതാണ് എ ബി. ഓക്കെ, എ ഇവിടെ ട്രാക്ക് ഇക്ക് സൗണ്ട് എ, ആൻഡ് അഗൈൻ ഇവിടെ വേറെ സൗണ്ട് ഇട്ടാണ്, അപ്പോൾ അവിടെ ബി. ദെൻ നെക്സ്റ്റ് ലൈൻ അഗൈൻ ഇക്ക് സൗണ്ട്, ബാക്ക് ഇക്ക് സൗണ്ട്, അപ്പോൾ അവിടെ പിന്നെ എ കൊടുക്കുക. ലാസ്റ്റ് നട്ട് ഇറ്റ് സൗണ്ട് ഇറ്റ്. സോ വൈസ്ലി പുട്ട് നട്ട് ഇറ്റ്. സോ അഗൈൻ സെയിം സൗണ്ട് ബി. സോ ദിസ് ഇസ് എ ബി. ക്ലിയർ? So in this way, first line third line rhyming, second and fourth line rhyming. So idepole we are having some more rhyming words in the poem that we have to select and write here. Okay, the rhyming word that you have to find out. Squirrel quarrel, prig replied, big. So you just read it. Okay, the complete disgrace place anganokkund. You can squirrel quarrel or done, and then prig big. Alla weather together. അല്ലെങ്കിൽ weather ear spear. I'll show you can find out. Actually you can find out, and anyway I will tell you. Squirrelum quarrelum ഒരു rhyming word ആണ്. And prig big. Prig and big. പിന്നെ weather together rhyming word. Ear spear. You don't say that ഇവിടെ spear last E sound alla missen, E alle. We know that rhyming word we should not see the letters. We have to see the sound. Sound on him. Ear, sphere, ir. Same sound. So that is why it is rhyming word. And disgrace, place, rhyming word. Okay. So pinna baaki ivada onnu rhyming illa. And then last track back, put nut. Clear? So these are the other rhyming words in this poem. You have to choose and write in that place. Okay, ഇവിടെ അതൊക്കെ എടുത്തിട്ട് you have to write here. So ഇതുവരെ ചെയ്താൽ മതി. So from activity 3,
From activity 3 we will see in the next class. So for today's class you just complete the question answer, read the poem first, read the poem minimum twice and write answers for the new words in it, and complete this question and activity 1 and 2. Okay, so if you have any doubt you can call me or send a message in WhatsApp. Okay children, okay, thank you.